ഹായ് ഓൾ വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഇന്നത്തെ സ്പെഷ്യൽ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടാവുന്ന ചായക്കൊപ്പം സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഒണിയൻ എഗ്ഗ് സ്നാക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാവാതിരിക്കാൻ സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. എന്നാൽ ശരി, വേഗം തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമ്മുടെ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോഴേക്കും കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്യാം. നീളത്തിലാണ് കേട്ടോ. 2 സവാള മീഡിയം സൈസിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ക്യാബേജും കുറച്ച് നീളത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത്. അതൊരു ബൗളിലോട്ട് ഇട്ടുകൊടുക്കാം. ശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പച്ചമുളകും കൂടി ഒന്ന് നമുക്കിതാ ജസ്റ്റ് ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ടുകൊടുക്കാം. ശേഷം ഒരു കുറച്ച് 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും അതുപോലെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കണം. നമ്മുടെ സവാളയും കാബേജും നല്ല രീതിയിൽ തന്നെ ഒന്ന് കുഴഞ്ഞ് കിട്ടണം. ആ രീതിക്ക് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഉള്ളിൽ നിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം. 60 ml കപ്പോളം കടലമാവും അതുപോലെ 30 ml കപ്പോളം നമ്മുടെ പത്തിരിപ്പൊടി ഉണ്ടല്ലോ അതും, 1 ടീസ്പൂണോളം മുളക് പൊടി, അതുപോലെ 1 ടീസ്പൂണോളം നമുക്ക് മല്ലിപ്പൊടി, 1/4 ടീസ്പൂണോളം ഗരം മസാല, ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നന്നായിട്ട് വീണ്ടും നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ശേഷം നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കണം. നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. വെള്ളം കൂടി പോകരുത്. കാരണം നമ്മൾ ഉദ്ദേശിച്ച പോലെ വെന്ത് കിട്ടത്തില്ല. അതുപോലെ ആ ഒരു ക്രിസ്പിനെസ് ഒന്നും കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ആയിരിക്കണം നമ്മുടെ മാവ് വരേണ്ടത്. നമുക്കിങ്ങനെ നുള്ളിയാൽ നമുക്ക് ഒരു ഷേപ്പായിട്ട് കിട്ടുന്ന ഒരു രീതിയിലായിരിക്കണം കേട്ടോ. ഇനി 3 മുട്ട ഇതാ വെന്തതിന് ശേഷം ഇതാ നമുക്ക് ഒരു മുട്ട 4ആയി കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. അതോ ഒരു മുട്ട 2 പീസായിട്ടാണെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മുടെ മിക്സിന്ന് നമുക്ക് ഒരു ബോൾ രൂപത്തിൽ എടുത്തിട്ട് അത് നന്നായിട്ട് കയ്യിലൊന്ന് പരത്തി കൊടുക്കാം. നല്ല കട്ടിയിലാവരുത്, നല്ല തിന്നായിട്ട് തന്നെ നമുക്കിങ്ങനെ പരത്തിയെടുക്കണം. അതിലോട്ട് ഒരു മുട്ടയുടെ പീസ് നമുക്ക് വെച്ചുകൊടുക്കാം. ശേഷം കുറച്ചും കൂടി മിക്സ് എടുത്തിട്ട് മുകളിലോട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം മുട്ട കാണാത്ത വിധത്തിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. പിന്നെ അതുപോലെ തന്നെ നല്ല കട്ടിയിലായിട്ട് എടുക്കരുത് കേട്ടോ. നമുക്കത് വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടാകും. പിന്നെ കഴിക്കുമ്പോൾ അതിൻ്റെ അകത്ത് അങ്ങനെ വെന്തിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തിക്ക് രൂപത്തിലായിട്ട് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഇത് ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ കോട്ട് ചെയ്തെടുക്കാം. ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു സ്നാക്സ് കൂടിയാണ് കേട്ടോ അത്. നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് പുറത്ത് ആ ഒണിയനും അതുപോലെ തന്നെ അകത്ത് മുട്ടയൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്കത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനൊക്കെ. ഇങ്ങനെ കോട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ കൂടുതൽ നേരം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കരുത് കേട്ടോ. നമുക്ക് അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അല്ലെങ്കിൽ നമുക്ക് ആ ഉള്ളിൽ നിന്നൊക്കെ വീണ്ടും ഇങ്ങനെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് നമുക്കത് ഷേപ്പൊക്കെ മാറിപ്പോകും. അപ്പോൾ ഇതാട്ടോനെ എല്ലാതും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാട്ടോ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കാം. അപ്പോൾ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് മീഡിയം ഫ്ലെയിം ആക്കിയിട്ട് വേണം ഇത് തിരിച്ചും മറിച്ചിട്ടും ഫ്രൈ ചെയ്തെടുക്കാൻ. അതുമാത്രമല്ല പെട്ടെന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കരുത്. നമുക്കൊരു 1 മിനിറ്റോളം കഴിഞ്ഞിട്ട് വേണം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ പൊട്ടിപ്പോകും. അപ്പോൾ ഇതുപോലൊരു കളറായി കഴിഞ്ഞാൽ നമുക്ക് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ കുറച്ചും കൂടി നേരം നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ എടുക്കാം. പക്ഷേ ഇതൊരു പാകത്തിനുള്ളൊരു രീതിയിലാണ് അയക്കണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു സ്നാക്സും കൂടിയാണ് ഇത്. ഈ സ്നാക്സിൽ പ്രത്യേകിച്ചായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് നമ്മൾ കോട്ട് ചെയ്തെടുക്കരുത് കേട്ടോ. ലേറ്റായിട്ട് വേണം ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ നല്ല ക്രിസ്പി ആയിട്ടും അകത്ത് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സ് കൂടിയാണ് ഇത്. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒന്നും പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി വേണമെങ്കിൽ നിങ്ങൾ ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ നല്ല ചൂട് ചായയും മാത്രം മതിയാകും. ഇതുപോലെ നിങ്ങൾ മസ്റ്റായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്കൊക്കെ മറക്കാതെ തന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും, ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.
നമ്മുടെ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്ക് കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കറക്റ്റായി തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാ നാളെ വീണ്ടും 2 മണിക്ക് ഒരു ഉഷാർ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ. താങ്ക് യു.